ഒരു കാലത്തും സ്വർഗത്തിൽ പോകാത്ത ഒരു ഭർത്താവിനെ ഞാൻ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? നീ പെണ്ണ് കെട്ടിയിട്ടില്ലല്ലോടാ. ഒരിക്കലും സ്വർഗത്തിൽ കിടക്കാത്ത ഒരു ഭർത്താവുണ്ട്. ആരെന്നറിയോ? പെണ്ണും പിള്ളയുടെ വാക്ക് കേൾക്കുന്നവൻ, പെണ്ണും പിള്ളയുടെ ഭാര്യയുടെ അടിമയായി കഴിയുന്ന ഭർത്താവ്, അവൻ ഒരിക്കലും സ്വർഗത്തിൽ കയറില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യമല്ലേ? ചില ആണുങ്ങളുണ്ട് ഉസ്താദെ, ഒരു സൈഡിൽ ഉമ്മ, ഒരു സൈഡിൽ ഭാര്യ. ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ പ്രസവ വേദനയെ കുറിച്ച് വാഴ്ന്നു പറയും. അതിനേക്കാളും വലിയ വേദനയാണ് ഞങ്ങൾ അനുഭവിക്കും. നിങ്ങൾക്കറിയോ? ചില വീടുകളിൽ പടച്ചവനെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മ, എടാ നിന്റെ പെണ്ണുമ്പിള്ള ഉണ്ടല്ലോടാ, അങ്ങനാടാ ഇങ്ങനാടാ. അള്ളാഹുവേ, ഒരു സൈഡിൽ നിന്ന് ഉമ്മ അങ്ങ് തുടങ്ങും. എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഉമ്മയല്ലേ, മിണ്ടാതെ നിന്ന് കേൾക്കും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ചോറ് ഉണ്ണാതെ ബെഡ്റൂമിൽ പോയി കിടക്കാൻ വേണ്ടി അങ്ങോട്ട് കയറുമ്പോ ആമിന അവിടെ നിന്ന് തുടങ്ങും. നിങ്ങളുടെ തള്ളയുണ്ടല്ലോ, അള്ളാഹു അലിച്ചേക്കപ്പ. അവിടെ നിന്ന് അവൾ അങ്ങോട്ട് വാഴ്ന്നു തുടങ്ങും. ഈ പാവപ്പെട്ടവൻ ഇരുന്ന് ഉരുക, പടച്ചനെ എന്താ ചെയ്യാ? ഒരു സൈഡിലെ ശൈത്താനും കടലിലും നടക്കണം എന്ന് പറയണ പോലെ ചില ഗാനങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ സഹോദര, അള്ളാഹു രണ്ട് ചെവി തന്നിരിക്കുന്ന എന്തിനെന്നറിയോ? രണ്ട് ചെവി അള്ളാഹു തന്നിരിക്കുന്നത് ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുവാ. അതാ ജീവിതം. നീ വൈകിട്ട് വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്റെ ഉമ്മ നിന്റെ ഭാര്യയെ കുറിച്ച് 100 കണക്കിന് പരാതി പറയും. എല്ലാം ഒരു ചെവിയിലൂടെ കേട്ട് ആവശ്യമുള്ളത് ഹൃദയത്തിൽ ഇറക്കുക, ബാക്കിയൊക്കെ കളയുക. അത് കഴിഞ്ഞ് ബെഡ്റൂമിൽ ചെല്ലുമ്പോ ഭാര്യ നിന്റെ ഉമ്മാനെ കുറിച്ച് 100 പരാതി പറയും. അതും കേൾക്കുക, ആവശ്യമുള്ളത് എടുക്കുക, അല്ലാത്തത് കളയുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നിനക്ക് അയ്യൂബ് നബിയുടെ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയുടെ ഇതൊക്കെ ഇങ്ങനെ സഹിക്കുന്ന ഭർത്താവിന് അള്ളാഹു അയ്യൂബ് നബിയുടെ പ്രതിഫലം കൊടുക്കുമെന്ന. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പല വീടുകളിലും എന്റെ മക്കളോട്, എന്റെ സഹോദരങ്ങളോട് പറയാ, എടാ പെണ്ണെന്തും പറയും, നീ അത് ചെയ്യരുത്. നീ ഒരാണാ, നിന്റെ ഉമ്മയാത്, നിന്റെ വാപ്പയാത്. കെട്ടിയ പെണ്ണെന്തും നിന്നോട് പറയും. നീ ആലോചിച്ച് നോക്ക്. അള്ളാഹുവെ പടച്ചവനെ, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ രോഗം പിടിച്ചവർ വീടിന്റെ അകത്ത് കിടന്നൊന്ന് മൂത്രമൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, അള്ളാഹുവെ ഭാര്യ എന്തെല്ലാം പറയും, ഭാര്യ എന്തെല്ലാം പറയും. നീ ചിന്തിച്ചു നോക്ക്. ബോധമുള്ള ഒരു ഉമ്മ കട്ടിലിൽ കിടന്ന് മൂത്രമൊഴിക്കോ? ഒരല്പമെങ്കിലും ബോധമുള്ള ഒരാള് ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് വിസർജിക്കുവോ? തന്റെ വീടിന്റെ അകത്ത് തുപ്പോ? തുപ്പില്ല. ബോധമുള്ളവര് ചെയ്യില്ല. പക്ഷെ രോഗം പിടിച്ച് ഓർമ്മയില്ലാതെ കിടക്കുന്ന നിന്റെ ഉമ്മ ഒന്ന് മൂത്രമൊഴിച്ചാ, ഒന്ന് കാഷ്ടിച്ചാ, ഭാര്യ വന്നിട്ട് പറയും, നിങ്ങളുടെ ഉപ്പാടെ ഉമ്മാടെയും മൂത്രവും കാഷ്ടവും ഭാരാ, എനിക്ക് വയ്യ, എവിടെങ്കിലും കൊണ്ടുപോയി കളമനുഷ്യ. അള്ളാഹുവേ, ഈ പെണ്ണിങ്ങനെ പറയുമ്പോ ആ പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നേരെ ചെന്നിട്ട് ഉപ്പാടെ മുന്നിൽ കിടന്ന് ചാടുന്ന മക്കളുണ്ട്. ഉമ്മാടെ മുന്നിൽ കിടന്നുകൊണ്ട് ഉമ്മാനെ തല്ലുന്ന മക്കളുണ്ട്. എങ്ങനെ കഴിയുന്ന സഹോദര നിനക്ക്? നീ ഇത്രയും കരുണയില്ലാത്തവനായി പോയോടാ. എടാ, ഉമ്മ മൂത്രം ഒഴിച്ചാൽ കഴുകിയ വൃത്തിയാകുമല്ലോ. ഉമ്മാടെ മൂത്രമല്ലേ, ഉപ്പാടെ കാഷ്ടമല്ലേ. നിന്റെ ഉമ്മ ഒന്ന് വീടിന്റെ അകത്ത് തുപ്പിയാ കഴുകടാ, തുടച്ചുകളാ, പൂവല്ലോ. എന്തേ നീ നമ്മളെ കുറിച്ച് ചിന്തിക്കാത്തതുണ്ട്? നിന്റെ ഉമ്മ ബെഡ്റൂമിന്റെ അകത്തുനിന്ന് മൂത്രമൊഴിച്ചാൽ നിനക്ക് പറ്റണില്ല. നീ എവിടെ കിടന്നാടാ മൂത്രമൊഴിച്ചേ? ചെറുപ്രായത്തിൽ നിന്റെ ഉമ്മ നിന്നെ ഇങ്ങനെ പൊക്കിയെടുത്തപ്പോ ആ ഉമ്മയുടെ ശരീരത്തിലല്ലേ നീ ഒരുപാട് മൂത്രമൊഴിച്ചത്? നിങ്ങൾ മൂത്രമൊഴിച്ചല്ലോ, കാഷ്ടിച്ചല്ലോ. ഉമ്മാടെ മുഖത്ത് നമ്മൾ തുപ്പിയിട്ടുണ്ടല്ലോ, ഛർദിച്ചിട്ടുണ്ടല്ലോ. ഉമ്മ എവിടെങ്കിലും പോകാൻ ഒരുങ്ങി കെട്ടി നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കണ സമയത്ത് കയറിയിട്ട് മൂത്രമൊഴിക്കും, കാഷ്ടിക്കും, ഉമ്മാടെ മുഖത്ത് ഛർദിക്കും. എന്നാലും എന്റെ മോനെന്ന് കെട്ടിപ്പിടിച്ചിട്ടല്ലേ ഉള്ള ആ പാവം, എടുത്ത് തറയിൽ കളഞ്ഞില്ലല്ലോ, നിന്നെ ഒന്നും കൊന്നു കളഞ്ഞില്ലല്ലോടാ. അത്രയും സ്നേഹിച്ച ഉമ്മാനെ ഉപ്പാനെ നിനക്കിന്ന് അധികം പറ്റി ഒരു തൊലിവെളുപ്പുള്ളവൾ എന്തെങ്കിലും പറയുമ്പോ നീ അവരെ തല്ലാൻ നിൽക്ക, അവരെ കണ്ണുനീരൊടിക്ക. ഒരു പെണ്ണിന്റെ വാക്ക് കേട്ടിട്ട് നീ പട്ടിണിക്കിട്ടിരിക്ക. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊക്കെ നല്ലതുപോലെ കേട്ടോ. സ്വന്തം ഉമ്മാനെയും ഉപ്പാനെയും തിരിഞ്ഞു നോക്കാത്ത എല്ലാ പെണ്ണുങ്ങളും കേട്ടോ. നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരത്തില്ലടി ഒരിക്കലും. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ദുനിയാവിൽ അല്ലാഹു തരുന്ന 3ാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഉമ്മാനെ ചീത്ത വിളിച്ചവനെ, ഉമ്മാനെ തല്ലാൻ കൈവക്കിയവനെ, ഉമ്മയുടെ മനസ്സ് വേദനിപ്പിച്ചവനെ നീ എഴുതി വെച്ചോ, നീ എഴുതി വെച്ചോ. ഉറങ്ങുന്നവൻ നല്ലതുപോലെ കേട്ടോ. അള്ളാഹു നിനക്ക് ദുനിയാവിൽ തരുന്ന 3ാമത്തെ ശിക്ഷ, നിന്റെ ഉപ്പാനെയോ നിന്റെ ഉമ്മാനെയോ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ അവരെ തല്ലാൻ കൈവക്കിയിട്ടുണ്ടെങ്കിൽ, മോനെ നിന്റെ മക്കളും മരിക്കുന്നതിന് മുമ്പ് നിന്നോടത് തിരിച്ചു ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നീ എവിടെ കൊണ്ട് പഠിപ്പിച്ചാലും നിന്റെ ഉമ്മാനെ തല്ലാൻ നിന്റെ കൈവക്കിയിട്ടുണ്ടെങ്കിൽ
നീ എത്ര സ്നേഹിക്കുന്ന മകനാണെങ്കിലും ഒരിക്കൽ നിന്റെ നേരെ കൈപ്പൊക്കിയിരിക്കും. എഴുതി വെച്ചോ. നിന്റെ ഉപ്പയെയും നിന്റെ ഉമ്മയെയും നീ പട്ടിണിക്കിട്ടിട്ടുണ്ടോ? സത്യമായിട്ടും നിന്റെ മാതാപിതാക്കളെ പട്ടിണിക്കിട്ട നിന്നെ നിന്റെ മക്കൾ വിടുവടാ. തിരിഞ്ഞു നോക്കാത്ത ഒരു കാലം, അതിന്റെ വേദന നീ മരിക്കുന്നതിന് മുമ്പ് അനുഭവിക്കും. ഇന്ന് ഭർത്താവിനെ കിട്ടിയപ്പോ വീടിന്റെ അകത്ത് കിടന്ന് നിനക്ക് വേണ്ടി ജീവിച്ച നിന്റെ ഉമ്മാനെ നീ തിരിഞ്ഞു നോക്കുന്നില്ല. വളർത്തിക്കോ നിന്റെ മോളെയും. നാളെ നിന്റെ ഗതിയും ഇതാ, നാളെ നിന്റെ ഗതിയും ഇതാ. എന്റെ പ്രിയപ്പെട്ടവരെ, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ മക്കൾ ഇത് നിന്നോട് തിരിച്ചു ചെയ്യും. അപ്പൊ നിനക്കറിയാം നിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിച്ചതിന്റെ വേദന നീയും അനുഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവേ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഉമ്മമാരോട് എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ പൊറുത്തു തരണേ അള്ളാഹുവേ, നീ പൊരുത്തപ്പെട്ട് തരണേ പടച്ചോനെ. ഞങ്ങളുടെ ഉമ്മാടെയും വാപ്പാടെയും പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാ. ഞാൻ എൻ്റെ അനുഭവം കൊണ്ട്, എൻ്റെ ഉമ്മ ഇങ്ങനെ പറയാറുണ്ട്. എൻ്റെ ഭാര്യയോട് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ ഉപ്പ എന്നെ ചെറുപ്പത്തിൽ എന്തിനോ തല്ലാൻ വന്നു. എനിക്ക് 5 വയസ്സുള്ളപ്പോ എൻ്റെ ഉപ്പ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചതിന്റെ സമയത്ത് എന്നെ തല്ലാൻ വന്നപ്പോ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു. ഞാനെന്ന് കൊച്ചുകുട്ടിയാ, എന്റെ ഉപ്പാനോട് പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മോൻ സിനാൻ, അള്ളാഹു അവനെ സാലിഹായ സന്താനങ്ങളിൽ പെടുത്തുമാറാകട്ടെ. അവൻ 5 വയസ്സായി. ഒരിക്കൽ നേഴ്സറിയിൽ നിന്ന് അവൻ എന്റെ വീട്ടിൽ വന്നു. നേഴ്സറിയിൽ പഠിക്കുന്ന മകൻ എന്റെ വീട്ടിൽ വന്നു. എന്തോ ഒരു കാര്യം ചെയ്തപ്പോ ഞാൻ തല്ലാൻ വടിയെടുത്തിട്ട് ഒരു തല്ലു കൊടുത്തു. ഞാൻ അവനെ റൂമിലിട്ട് എന്തോ ഒരു കാര്യത്തിന് തല്ലിയപ്പോ ഞാൻ പണ്ട് 5-ാമത്തെ വയസ്സിൽ എന്റെ വാപ്പാനെ വിളിച്ചെന്ന് ഉമ്മ പറഞ്ഞ അതേ വാക്ക് അവൻ എന്നോട് തിരിച്ചു പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാ. ഞാൻ എന്റെ ഉപ്പാനെ വിളിച്ച അതേ വാക്ക് അവൻ എന്നെ തിരിച്ചു വിളിച്ചപ്പോ ഞാൻ അവനെ തല്ലിയപ്പോ എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ പണ്ട് വാപ്പാനെ വിളിച്ചതല്ലേ അവനും വിളിച്ചതെന്ന്. ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ, വെറുതെ പറഞ്ഞതല്ല. നീ നിന്റെ ഉപ്പാനോടും ഉമ്മാനോടും എന്ത് ചെയ്തിട്ടുണ്ടോ നാളെ കാത്തിരുന്നോ, നിന്റെ മക്കളും നിന്നോടത് തിരിച്ചു ചെയ്യും. അള്ളാഹുവേ, അങ്ങനെ ഒരു ഗതി ഞങ്ങൾക്ക് നീ വരുത്തല്ലേ പടച്ചവനെ. അള്ളാഹു, അങ്ങനെ ഒരു ഗതി നീ ഞങ്ങൾക്ക് വരുത്തല്ലേ അള്ളാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അള്ളാഹു ഈ പ്രതിഫലം കൊടുക്കാനുള്ള കാരണം അള്ളാഹുവെ തന്റെ മാതാപിതാക്കളെ സ്നേഹിച്ചതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാ. അള്ളാഹു നമുക്കും സ്നേഹിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ മാതാപിതാക്കളോടുള്ള കടമകൾ പാലിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാ.